ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഓണൊക്കെ ആയില്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു കിടിലൻ സാമ്പാറിൻ്റെ റെസിപ്പി ചെയ്താലോ. വറുത്തരയ്ക്കുന്നില്ല, വറുത്തരയ്ക്കാത്ത സാമ്പാറാണ്. അതും നമ്മുടെ ബ്രാഹ്മിൺ സാമ്പാറാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിലേക്ക് 1/4 കപ്പ് പരിപ്പ് കഴുകിയതും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒരല്പം വെളിച്ചെണ്ണയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പരിപ്പ് വേവുന്ന ഒരു സമയം നമുക്ക് വെറുതെ ഇരിക്കേണ്ട, വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പരിപ്പ് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടത്തിനുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളി, പച്ചമുളക്, കിഴങ്ങ്, കുമ്പളങ്ങ അത്രയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് 1/4 ഭാഗം വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അതെല്ലാം വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്ന് വെച്ചാൽ ചേർത്താൽ മതി. 1 ടീസ്പൂൺ നിറയെ തന്നെ ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മുരിങ്ങാക്കായി നമ്മൾ വഴറ്റി വെച്ച വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെണ്ടയ്ക്കായും മുരിങ്ങാക്കായും ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ബ്രാഹ്മിൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഒരുവിധം എല്ലാ സാമ്പാർ പൊടികളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്രാഹ്മിൺ സാമ്പാറിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങാക്കായും വെണ്ടയ്ക്കായും ഒക്കെ ഏകദേശം വെന്ത് വന്നപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ നിറയെ തന്നെ നമ്മുടെ ബ്രാഹ്മിൺ സാമ്പാർ പൊടി കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്തൊന്ന് താളിച്ചൊഴിച്ചിട്ടുണ്ട്. ബ്രാഹ്മിൺ സാമ്പാർ പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ കായൊന്നും ചേർക്കണ്ട. അപ്പോൾ ഈ ഒരു നാണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.